ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, മാർത്തോമാ സിഹായുടെ ദുഃഖാന തിരുനാളിന്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും കേട്ടോ. എന്തായാലും നിങ്ങൾ പള്ളിയിൽ പോയി എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ കടവുള്ള ദിവസമായതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പോയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തോമസ് നാമധാരികൾക്ക് തോമസ് അങ്ങനെ പേരുള്ള എല്ലാവർക്കും പ്രത്യേകം ഫീസ്റ്റിന്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഞാൻ ഇന്നലെ യാത്രയൊക്കെ ചെയ്ത് വന്നുകൊണ്ട് ചെറിയൊരു എല്ലാം ഓക്കെയാണ്, ബാക്കി എല്ലാം ഓക്കെയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രത്യേകിച്ച് നന്മ വ്യാഴാഴ്ചയാണ്. നിങ്ങളുടെ പ്രാർത്ഥന കിട്ടിയാൽ ബാക്കിയെല്ലാം ശരിയാവും. നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ. പിന്നെ നമുക്ക് ഈ ആഴ്ചകളിൽ വേറെ കാര്യങ്ങളിൽ ഉടനെ തന്നെ അട്ടപ്പാടിക്ക് പോകണം. എൻ്റെ കാരണം എന്ന് വെച്ചാൽ വൈദികരുടെ ധ്യാനം തുടങ്ങുകയാണല്ലോ. അപ്പം അതുകൊണ്ട് അതാണ് പ്രധാനപ്പെട്ട വിശേഷം. ഇനി അച്ഛന്മാരെ അല്ലെങ്കിൽ ധ്യാനിക്കാനുണ്ടെങ്കിൽ ഈ ഞായറാഴ്ചത്തേക്ക് പറഞ്ഞു വിടണം കേട്ടോ. അട്ടപ്പാടിക്ക് പ്രാർത്ഥിക്കാവോ? ഞാൻ ചില നിയമങ്ങൾ വെക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 1 യോഹന്നാൻ 4:8, 1 John chapter 4:8 അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. തലക്കെട്ട് ഇങ്ങനെയാണ്: ദൈവത്തെ അറിയാനുള്ള മാർഗം എന്താണ് എന്നുള്ളതാണ്. ഇത് സഹോദരൻ, ഓരോന്നിനെ അറിയാൻ ഓരോ മാർഗമുണ്ട് അല്ലേ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചസാരയാണെങ്കിൽ അല്ലേ, അത് എങ്ങനെ നമ്മൾ അത് ടേസ്റ്റ് നോക്കി അല്ലെങ്കിൽ അത് വായിലിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയണത്, ദൈവത്തെ പറയുകയാണ് അല്ലേ, ഹൗ ടേസ്റ്റ് ആൻഡ് അങ്ങനെയൊക്കെ ദൈവത്തെ വചനമുണ്ട്. ദൈവം എത്രയോ നല്ലവനാന്ന് രുചിച്ചറിയും. പക്ഷെ അതിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അതിന് വേറൊരു അർത്ഥമുണ്ടെന്നറിയാം. ദൈവത്തെ അറിയാനുള്ള മാർഗം യോഹന്നാൻ പഠിപ്പിക്കുകയാണ്: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാ, എന്തെന്നാൽ ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, എന്തെന്നാൽ ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ദൈവത്തെ അറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ അൽഫോൺസിലേക്ക് വരി, അങ്ങനെയൊക്കെയുള്ള പലരുടെ ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഓർക്കാണ്. അതായത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ അറിയാനുള്ള ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് ദൈവം എന്താണ് നമുക്ക് മനസ്സിലായും വെളിപ്പെടുന്നു തുടങ്ങും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പൗലോസിനെ തൊട്ട് മുകളിൽ പറയാണ്, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. അത് പറഞ്ഞിട്ടാണ് ഈ 4:3 അതാണ്, പരസ്പരം സ്നേഹിക്കാം. അപ്പൊ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കാരണം എന്താ, സ്നേഹത്തിലാണ് ദൈവം വസിക്കുന്നത് അല്ലേ. നിങ്ങൾ പരസ്പരം അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ദൈവത്തെ അറിയാനുള്ള മാർഗം, ദൈവത്തെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദരൻ സ്നേഹിക്കാത്തവന് ദൈവത്തെ അറിയാനോ അനുഭവിക്കാനോ പറ്റുകയാണെന്നുള്ള വളരെ ക്ലിയറാണ്. അപ്പോൾ അത് 2 തരത്തിലും എടുക്കാം. നിങ്ങൾക്ക് ദൈവത്തെ ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഭയങ്കര സ്നേഹിക്കാൻ തുടങ്ങുക. എല്ലാത്തിലും ഉപയോഗിച്ച് അങ്ങനെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിയ ഓട്ടോമാറ്റിക് ആയിട്ട് ദൈവം നമുക്ക് പലതരം അങ്ങനെയൊക്കെയാണ് വെളിപ്പെടുത്തി. എത്രയും മനുഷ്യരുണ്ടെന്നറിയോ, യേശുവിനെ കുറിച്ച് അറിയാതിരുന്നവർ പെട്ടെന്ന് കേട്ടു, പക്ഷെ അറിയാൻ ഭയങ്കര സ്നേഹമായി. അവസാനം ദൈവം തന്നെ അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുമല്ലേ അല്ലേ. ഇപ്പൊ ഫൗസ്തീന എല്ലാം പഠിച്ചിട്ടും വായിച്ചിട്ടും അറിഞ്ഞിട്ടാണോ 2ാം ക്ലാസ് വിദ്യാഭ്യാസം, സ്നേഹിച്ചു. ദൈവം വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുമല്ലേ. അങ്ങനെ എത്രയോ പേര്. അതേപോലെ വലിയ സഹോദര സ്നേഹത്തിലേക്ക് നമ്മൾ വന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവം അതുപോലെ, കാരണം സഹോദരനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെയാണ്, സഹോദരനെ വെറുക്കുന്നവൻ ദൈവത്തെ തന്നെയാണ് വെറുക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരൻ നന്നായിട്ട് സ്നേഹിക്കാനൊരു കൃപ അങ്ങോട്ട് തുടങ്ങണം. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. മാർത്തോമാ തിരുനാൾ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, കർത്താവേ, ദൈവമേ, ദൈവത്തെ അറിയാനുള്ള മാർഗം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് കർത്താവേ. ദൈവത്തെ സ്നേഹിക്കാനുള്ള വലിയൊരു ദാഹം ഞങ്ങൾക്ക് നൽകണമേ, വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, ഈശോയുള്ള സ്നേഹത്തെ പ്രതി ബാക്കിയെല്ലാം ഉപേക്ഷിക്കുന്നതിനിടയാവും. ഈശോയ്ക്ക് മാത്രമേ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം ദൈവം ചെയ്ത് കൊടുക്കുമെന്നുള്ള വചനങ്ങൾ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു കൃപ വിശുദ്ധ തോമാസിലേക്കാട് പ്രത്യേക മധ്യസ്ഥതയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുക. സകലത പൈശാചിക പീഡകളും അന്ധകാരശത്തിന്റെ ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും എല്ലാ തടസ്സം ബന്ധിക്കും വിട്ടുപോട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ ശക്തമായിട്ടാവുക. പരിശുദ്ധാത്മാ ശക്തമായിട്ട് വരട്ടെ. നമ്മുടെ കർത്താവ് ശംസിയാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.